എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഡയറക്ടർ മിഷേലിനെയാണ് കാണിക്കുന്നത്. മിഷേൽ ആരുടെയോ കല്ലറയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു കല്ലറയ്ക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് ഞാൻ എത്താനായിട്ട് ഒരുപാട് വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടെ നിന്ന് കരയാണ് മിഷേൽ. ആ കല്ലറ വേറെ ആരുടെ ആയിരുന്നില്ല, ജിയയുടെ ആയിരുന്നു. ഈ മിഷേൽ എന്ന് പറഞ്ഞാൽ ജിയയുടെ ചേച്ചിയായിരുന്നു. മിഷേൽ തൻ്റെ അനിയത്തി ജിയയുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് മാപ്പ് ചോദിക്കുകയാണ് അവളെ രക്ഷിക്കാൻ പറ്റാത്തതിൽ. പിന്നീട് മിഷേൽ ഒരു ഡയറി എടുക്കുന്നുണ്ട്. അത് ജിയയുടെ ഡയറി തന്നെയായിരുന്നു. ആ ഡയറിക്കുള്ളിൽ ഹൻമോനിനെ പറ്റിയും ദാമിയെ പറ്റിയിട്ടും നടന്ന സംഭവത്തെ പറ്റിയിട്ട് ഒക്കെ ജിയ എഴുതിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ ഒരു ഡയറിയുടെ ലാസ്റ്റ് പേജിൽ ഞാൻ സോങ്ചിൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഷിമ്മിനെ കാണാനായിട്ട് പോവുകയാണെന്നും എന്തൊക്കെ വന്നാലും ഇതിനൊരു അന്ത്യം ഞാൻ കാണുമെന്നും ഒക്കെ ജിയ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പേജ് വായിച്ച് മിഷേൽ അവിടെ ഇരുന്ന് വല്ലാണ്ട് പൊട്ടിക്കരയാണ്. അതിനുശേഷം ചേച്ചിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും ജിയ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിച്ച മിഷേൽ ജിയയുടെ അടുത്ത് പറയാണ്, നിൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത് ആരൊക്കെയാണേലും അവരുടെ ഒക്കെ അന്ത്യം ഞാൻ കണ്ടിരിക്കുമെന്ന്. അങ്ങനെ ഒരു വാക്ക് മിഷേൽ ജിയയ്ക്ക് കൊടുക്കുകയാണ്. പിന്നീട് ആ ബാക്കിയുള്ളവരെയാണ് കാണിക്കുന്നത്. മാത്യുവിനെ തോപ്പിച്ചല്ലോ, ഇനി ആരും ഇവർക്കെതിരെ വരില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആഘോഷിച്ച് സന്തോഷിച്ചിരിക്കുകയായിരുന്നു അവർ. പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഹൻമോനി റാഹിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെ മാത്യുവിനെതിരെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഐഡിയ നിനക്ക് എവിടെ നിന്ന് കിട്ടി, നിന്നെ ആരാ സപ്പോർട്ട് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. പക്ഷേ റാഹി അതിന് മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇരുന്ന പക്ഷേ എണീച്ചെന്ന് ഗസ് ചെയ്ത് പറയുന്നുണ്ട്, മിക്കവാറും അത് കങ്ങ് തന്നെയായിരിക്കും. കാരണം അവിടെയുള്ള എല്ലാവർക്കും കങ്ങിൻ്റെയും റാഹിയുടെയും പഴയ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ അറിയാവുന്നു. അത് പറഞ്ഞതിന് ശേഷം റാഹിയെ കളിയാക്കാനായിട്ട് ഇങ്ങനെ പറയുകയാണ്, ചിലപ്പോൾ കങ്ങിന് നിന്നെ ഇപ്പോഴും ഇഷ്ടമായിരിക്കും, അതുകൊണ്ടായിരിക്കും സഹായിച്ചതെന്നൊക്കെ. പക്ഷെ ഹൻമോനി പറയുന്നുണ്ട്, എനിക്ക് പക്ഷെ ആ കങ്ങിനെ ഓർത്തിട്ട് കഷ്ടം തോന്നുക. റാഹിയെ വിശ്വസിച്ചിട്ട് അയാൾ കൂടെ നിന്നല്ലോ, എന്നിട്ടും റാഹി ചെയ്തത് എന്താ ഇങ്ങനൊരു പ്ലാൻ, അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പം മോനെ പറയാണ്, കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും മാത്യുവിൻ്റെ ബോഡി ആ ഒരു നദിയിൽ നിന്ന് പുറത്തു വരും. മാത്യു കൊല്ലപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സംശയം ദോഹ്യുക്കിനും കങ്ങിനുമെതിരെയായിരിക്കും വരുന്നത്. പൈസയോടുള്ള മോഹം കാരണം അവർ മാത്യുവിനെ കൊന്നു കളഞ്ഞതാവാം എന്നായി പോലീസൊക്കെ സംശയിക്കുള്ളൂ. അങ്ങനെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ ഡോർബെൽ അടിക്കുകയാണ്. നേരെ ചെന്നിട്ട് ആരാന്ന് നോക്കുന്ന സമയത്ത് ഞെട്ടിപ്പോവാണ്. കാരണം വാതിലിൻ്റെ ഫ്രണ്ടിൽ നിന്ന മറ്റാരും ആയിരുന്നില്ല, രക്ഷപ്പെട്ടിട്ട് വന്ന മാത്യു ആയിരുന്നു. മാത്യുവിനെ കണ്ടിട്ട് ആണെങ്കിൽ ഞെട്ടിത്തരിച്ച് അവിടെ കിടന്ന് അലറുകയാണ്. മാത്രമല്ല, കയറി വന്ന മാത്യുവിനെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ച് നന്നായിട്ട് കിടന്ന് ഒച്ച വെച്ച് അലറുകയാണ്. അത്രയ്ക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാത്യുവിനെ കണ്ടിട്ട്. മാത്യു അവിടേക്ക് ഒറ്റയ്ക്കായിരുന്നില്ല വന്നത്, അവൻ്റെ ആൾക്കാരെയും കൂട്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ എല്ലാത്തിനെയും തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോകുന്നുമുണ്ട്. അവിടുന്ന് അവരെല്ലാം ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്കാണ് മാത്യു കൊണ്ടുപോയത്. അത് പക്ഷേ വേറൊന്നിനും ആയിരുന്നില്ല, വലിയ വലിയ പേടിക്കുന്ന റൈഡുകളിലൊക്കെ കയറ്റി അവരെ ടോർച്ചർ ചെയ്യാനായിട്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോയിരുന്നത്. പിറ്റേ ദിവസം എല്ലാവരെയും നന്നായിട്ട് ഉപദ്രവിച്ചിട്ട് മാത്യു ചോദിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എനിക്കെതിരെ തിരിയാനായിട്ട് ശ്രമിച്ചത്, എന്നെ അറ്റാക്ക് ചെയ്ത് ആ ഒരു കങ്ങിൻ്റെ കൂടെ നിൽക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചല്ലേ. എൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ടാണ് നിങ്ങളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് മറക്കണ്ട. അന്ന് ആ ഒരു ഐലൻഡിൽ നിന്ന് നിങ്ങളെ അവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ള തീരുമാനം എൻ്റെ ആയിരുന്നു. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും അവിടെ വെച്ച് തന്നെ കൊന്നുകളയായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല, അത് തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. എല്ലാവരും അവിടെ കിടന്ന് പേടിച്ച് വിറച്ച് ഞങ്ങളെ കൊല്ലരുത്, ജീവനോടെ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുകയാണ് മാത്യുവിൻ്റെ. മാത്യു നാമിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്, ആരാണ് ഇങ്ങനെ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ്. നാം ഒന്നും ചിന്തിക്കാതെ തന്നെ നേരെ റാഹിയുടെ പേര് തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. റാഹിയുടെ പേര് പറഞ്ഞതോടെ എല്ലാവരും റാഹിയുടെ തലയിൽ കുറ്റമിട്ടിട്ട് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയാണ്. മോനെ പറയാണ്, ഞാനൊക്കെ എൻ്റെ ടാസ്ക് വരെ കംപ്ലീറ്റ് ചെയ്തു, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്, റാഹി നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്ലാനിന് വേണ്ടി കൂട്ടുന്നതെന്ന്. എല്ലാവരും ഇങ്ങനെ ഒറ്റുന്ന് കണ്ടിട്ട് റാഹിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ തീരെ ധൈര്യം ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുക്കുകയാണ് റാഹി. അതിനുശേഷം മാത്യുവിൻ്റെ അടുത്ത് എനിക്ക് കുറച്ച് സമയം തരണം, കംപ്ലീറ്റ് ചെയ്യാത്ത ടാസ്കുകളും കൂടി ഞാൻ പൂർത്തിയാക്കി തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ മാത്യു പറയാണ്, ഒരിക്കലുമില്ല, എന്നെ ചതിക്കുന്നവർക്ക് ഒരേ ഒരു ശിക്ഷയുള്ളൂ, മരണം. അതിൽ കുറഞ്ഞൊരു ശിക്ഷ അവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് പറയുകയാണ്. പക്ഷേ റാഹി പലതും പറഞ്ഞിട്ട് മാത്യുവിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഏത് വിധേനയും മൂവിയുടെ ഷൂട്ടിംഗ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും, ഇത് ഞാൻ തരുന്ന വാക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് റാഹി മാത്യുവിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മാത്യു എന്നിട്ട് പറയാണ്, അവസാനത്തെ ചാൻസാണ്, ഇനി ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. മാത്യു പറയാണ്, ഒരേ ഒരു ദിവസം കൂടി ഞാൻ തരാം, ആ ഒരേ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാസ്ക് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മരണമായിരിക്കും. മാത്യുവിൻ്റെ ആൾക്കാരും കൂടി പോയതിന് ശേഷം റാഹി എല്ലാവരുടെ അടുത്തുമായിട്ട് പറയാണ്, ഈ ഒരേ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളെല്ലാവരും എങ്ങനെയെങ്കിലും എൻ്റെ കൂടെ നിന്നേ പറ്റൂ. ഡയറക്ടർ മിഷേൽ ഇന്നൊരു പ്രസ് കോൺഫറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ജിൻമോൻ്റെ അടുത്ത് ഒരു ടാസ്ക് റാഹി കൊടുക്കുകയാണ്. അതായത് ആ ഒരു പ്രസ് കോൺഫറൻസിൻ്റെ സമയത്ത് അവനറിയാവുന്ന എല്ലാവിധ റിപ്പോർട്ടേഴ്സിനെയും മീഡിയയും ഒക്കെ വിളിച്ച് അവിടെ എത്താനായിട്ട് പറയാണ്. ആ സമയത്ത് ജിൻമോ പറയാണ്, മിഷേൽ ഫേമസ് ആയിട്ടുള്ള ഡയറക്ടറൊക്കെ തന്നെയാണ്, പക്ഷേ സോങ്ചുൻ ഗ്രൂപ്പിനെ പേടിച്ച് ഒരു റിപ്പോർട്ടറും അവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റാഹി ആ സമയത്ത് പറയാണ്, വരുന്ന റിപ്പോർട്ടേഴ്സിന് നമ്മൾ ഒരുപാട് എക്സ്ട്രാ പൈസ കൊടുക്കുന്നു ഓഫർ ചെയ്യും, അപ്പോൾ അവർ വന്നോളും. റാഹി മോനിക്ക് ടാസ്ക് കൊടുക്കുകയാണ്. മൂവിയുടെ സ്ക്രിപ്റ്റ് പഠിച്ചു വെച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഷൂട്ടിങ്ങിന് വേണ്ടി റെഡി ആയിരുന്നോളാനായിട്ട് പറയാണ്. പിന്നീട് നാമിൻ്റെ അടുത്ത് പറയാണ്, ഏത് വിധേനയും ഡോക്ടർ ചായെ എങ്ങനെയെങ്കിലും ചെയർമാൻ ഷിമ്മിൻ്റെ വീട്ടിലേക്ക് തിരികെ കയറ്റണം എന്നാണ് റാഹി പറയുന്നത്. ഡോക്ടർ ചാ തിരികെ ചെന്നിട്ട് ചെയർമാൻ ഷിമ്മിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു കീ കാർഡ് കരസ്ഥമാക്കണം. ആ ഒരു കീ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ മിസ് ഗോയ്ക്ക് ആ ഒരു ആർട്ട് ഗാലറിയിലെ VIP റൂമിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. മിസ് ഗോയുടെ അടുത്ത് റാഹി പറയുന്നുണ്ട്, ആ ഒരു VIP റൂമിൽ IR ഡിറ്റക്ടർ ഉണ്ടാവാനായിട്ടുള്ള വളരെ സാധ്യതയുണ്ട്. സൂക്ഷിച്ചും കണ്ടും വേണം എല്ലാം കൈകാര്യം ചെയ്യാനായിട്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പാളിച്ചയും ഉണ്ടാവാനായിട്ട് പാടില്ല. പിന്നീട് മിഷേലിൻ്റെ പ്രസ് കോൺഫറൻസിൻ്റെ സീനാണ് കാണിക്കുന്നത്. മിഷേലിൻ്റെ ഇൻവിറ്റേഷൻ മൂലം തന്നെ ഹോളിവുഡിലെ പല ഫേമസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ജിൻമോയ്ക്ക് കൊടുത്ത കർത്തവ്യം വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മൊത്തം റിപ്പോർട്ടേഴ്സായിരുന്നു. മിഷേൽ മുന്നിൽ വന്നതിന് ശേഷം മിഷേലിൻ്റെ മൂവി ആയിട്ടുള്ള ഡിയർ ഡിയെ പറ്റി പറയാനായിട്ട് തുടങ്ങുകയാണ്. അതിലുള്ള ഒരു പാട്ടും കൂടി അവിടെ പാടി കേൾപ്പിക്കുന്നുണ്ട്. ഈ ഒരു പാട്ട് കേൾക്കുന്ന ഹൻമണി ഓർക്കുകയാണ്, ഇത് ജിയ എഴുതിയ പാട്ടായിരുന്നു. കൂടാതെ അന്ന് സ്റ്റേജിൽ ഓഡിഷന് വേണ്ടിയിട്ട് ജിയ പാടിയതും ഇതേ പാട്ട് തന്നെയായിരുന്നു. ആ ഒരു പാട്ട് പാടി തീർന്നതിന് ശേഷം മിഷേൽ പറയാണ്, ദാമിയുടെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പേരും ഞാൻ ഇന്ന് റിവീൽ ചെയ്യും എന്ന് പറഞ്ഞതിന് ശേഷം റാഹിയെ മറ്റുള്ളവരെയും മിഷേൽ ഒന്ന് നോക്കുകയാണ്. മിഷേൽ അവരുടെ പേര് പറയാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റാഹി ഓടി വന്ന് മിഷേലിനെ മാറ്റി നിർത്തിയിട്ട് മൈക്ക് എടുത്തിട്ട് ഒരു കാര്യം റിവീൽ ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, ദാമിയുടെ ശരിക്കുള്ള അമ്മ ഞാനാണ് എന്ന് റാഹി റിവീൽ ചെയ്യുകയാണ്. അവിടെ മുഴുവൻ റിപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇത് കേൾക്കുകയും ചെയ്തു. റാഹി ഇങ്ങനൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഡിസ്ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അറ്റൻഷൻ റാഹിയുടെ മേലായി. അതോടുകൂടി മിഷേൽ പറയാനായിട്ട് വന്ന കാര്യം ആരും ശ്രദ്ധിക്കാതെ പോയി. റാഹി പറഞ്ഞു തുടങ്ങുകയാണ്, ഞാൻ ദാമിയുടെ അമ്മയാണ്. ദാമിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മൂവി ചെയ്യുന്നത്. ഈ ഒരു മൂവിയിലൂടെ ദാമിക്ക് ജസ്റ്റിസ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ മോൾക്ക് നീതി കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പടത്തിന് പിന്നാലെ നടക്കുന്നത് എന്നും പറഞ്ഞിട്ട് റാഹി അവിടെ കിടന്ന് നന്നായിട്ട് കരയുകയാണ്. ഇതിലൂടെ ആൾക്കാരുടെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ടായിരുന്നു റാഹിയുടെ ശ്രമം. റാഹി പബ്ലിക്കായിട്ട് സോങ്ചുൻ ഗ്രൂപ്പിനോട് ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ മകളെ കൊന്നത്? ചെയർമാൻ ഷിമ്മും ഷിംജുൻ സോക്കും എന്നോട് ഉത്തരം പറഞ്ഞേ മതിയാവൂ. എൻ്റെ മകളുടെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവൂ. നിങ്ങളതിന് ഉത്തരം തന്നേ തീരൂ എന്ന് പറഞ്ഞിട്ട് പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ് റാഹി സോങ്ചുൻ ഗ്രൂപ്പിനെതിരെ. പ്രോസിക്യൂഷനോടും പോലീസിനോടും ദാമിയുടെ കേസ് ഒന്നുകൂടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് റാഹി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് മിഷേലിന് വെറുതെ നോക്കി നിൽക്കാനായിട്ട് മാത്രമേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മിഷേൽ ഓർക്കാണ്, എത്ര എളുപ്പത്തിലാണ് സ്വന്തം മകളുടെ മരണം തന്നെ ഒരു കരുവാക്കി എടുത്തിട്ട് എന്നെ ഇവർ സൈഡിലേക്ക് മാറ്റി നിർത്തിയത്. സ്വന്തം നേട്ടത്തിനായിട്ട് എത്ര എളുപ്പത്തിലാണ് ഇവർ സ്വന്തം മകളെ വലിച്ച് എഴച്ചത് എന്നൊക്കെ ആലോചിക്കുകയാണ് മിഷേൽ. അവിടെ കുറച്ച് സൈഡിലായിട്ട് മാത്യു നിന്നിട്ട് റാഹിയെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ സമയത്ത് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നുണ്ട്. ആ ഒരു സീനിൽ റാഹി മാത്യുവിൻ്റെ അടുത്ത് പറയുകയാണ്, മാത്യു, നിങ്ങളെ കങ്ങ് അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാനാണ് ഇട്ടിരിക്കുന്നത്. ശരി, നീ ഇപ്പോൾ ഇത് എന്തിനാണ് എൻ്റെ അടുത്ത് പറയുന്നത് എന്ന് മാത്യു ചോദിക്കുമ്പോൾ റാഹി പറയാണ്, കാരണം ഞാൻ നിങ്ങളുടെ സൈഡാണ്. മാത്യു എണീറ്റിട്ട് റാഹിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് സ്നേഹം കൊണ്ട് വരുന്നതാണെന്നാണ് റാഹി തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ അവളുടെ മുടിയൊക്കെ പിടിച്ചിട്ട് മാത്യു പറയാണ്, നീ ആ ഒരു കങ്ങിനെ ചതിച്ചോ കങ്ങിനെ കൂടെ നിന്നോ എന്നൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അവിടുത്തെ വിവരങ്ങൾ എൻ്റെ അടുത്തൊക്കെ വന്ന് ചോർത്തി തന്നിട്ട് ഒരുപാട് സ്മാർട്ടാവാമെന്നൊന്നും നീ വിചാരിക്കാൻ വേണ്ട. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്താൽ എൻ്റെ ലോയൽറ്റി പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് റാഹി മാത്യുവിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മാത്യു പറയാണ്, അതിന് വേണ്ടിയിട്ട് നിൻ്റെ ജീവൻ വരെ നീ ഒന്ന് റിസ്ക് എടുക്കേണ്ടി വരും എന്ന് പറയാണ് മാത്യു. റാഹി ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നതും ഒക്കെ മാത്യുവിൻ്റെ ട്രസ്റ്റ് പിടിച്ചു പറ്റാനായിട്ടും കൂടെയായിരുന്നു. പിന്നീട് സീൻ കട്ട് ചെയ്തിട്ട് കങ്ങിനെയാണ് കാണിക്കുന്നത്. കങ് അവിടുന്ന് എങ്ങനെയൊക്കെയോ ഒരുപാട് കഷ്ടപ്പെട്ട് മറിഞ്ഞു വീഴാണ്. അതിനുശേഷം അവിടെ കിടന്നൊരു ആസിഡിൻ്റെ ബോട്ടിലെടുത്തിട്ട് തൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന ആ ഒരു ബെൽറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കൈ ചെറുതായിട്ട് പൊള്ളുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു ബെൽറ്റ് അഴിഞ്ഞു പോവാണ്. അതുകൊണ്ട് തന്നെ കങ്ങിന് അവിടുന്ന് എണീക്കാനും സാധിക്കുന്നുണ്ട്. അവിടുന്ന് എണീറ്റ് പുറത്തേക്ക് വരാനായിട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു സ്ക്രീനിലുണ്ടായിരുന്ന ക്യാമറയുടെ റെക്കോർഡിങ്സ് കങ്ങ് കാണുകയാണ്. ആ ഒരു റെക്കോർഡിങ്സിൽ ഒരെണ്ണത്തിനകത്ത് മിസ്റ്റർ ലീയെ ജീവനോടെ കങ്ങ് കാണുകയാണ്. മിസ്റ്റർ ലീയെ ആ ഒരു അവസ്ഥയിൽ കാണുന്ന കങ്ങ് ശരിക്കും ഇമോഷണലായി പോവാണ്. അതിനുശേഷം അവിടുന്ന് ഇറങ്ങാനായിട്ട് കങ്ങ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സീക്രട്ട് ഡോറ് തുറക്കാനായിട്ട് അയാൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല.
പിന്നീട് മിഷേലിനെയും ഹൻമോനെയാണ് കാണിക്കുന്നത്. ഫൈനലി മിഷേൽ ഹൻമോനിക്ക് മുന്നിൽ തൻ്റെ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ കൊറിയൻ നെയിം ജി സുൻ എന്നാണ്, ഞാൻ ജിയയുടെ ചേച്ചിയാണ്. ഇത് കേട്ടിട്ട് ഷോക്കായിട്ട് ഹൻമോനി നിൽക്കുകയാണ്. ഇങ്ങനൊരു ട്വിസ്റ്റ് ഹൻമോനി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മിഷേൽ പറയാണ്, 17 വയസ്സിൽ ഞാൻ പഠിക്കാനായിട്ട് US പോയതാണ്. 12 വർഷത്തിന് ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഹൻമോനിക്ക് ഇത് കേട്ടിട്ടും തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾ കള്ളം പറയാണ്. ജിയ ഒരു അനാഥയായിരുന്നു, അവൾക്ക് അച്ഛനോ അമ്മയോ ആരും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ട മിഷേലിന് നല്ല ദേഷ്യം വരുവാണ്. ഹൻമോൻ്റെ അടുത്ത് വല്ലാണ്ട് ദേഷ്യപ്പെട്ടിട്ട് മിഷേൽ ചോദിക്കുകയാണ്, അതുകൊണ്ട് അവളെ നീ ഒരു ഈസി ടാർഗറ്റായിട്ട് കണക്കെടുത്തോ? അതുകൊണ്ടാണോ ഇത്രയും ദ്രോഹം നീ അവളോട് ചെയ്തത്? എങ്കിൽ നീ ഒരു കാര്യം കൂടി കേട്ടോ, ഞങ്ങളുടെ അച്ഛനെ കൊന്നത് അവളല്ല, ഞാനായിരുന്നു. ഇനി നീ എന്ത് ചെയ്യും? എന്നെയും പേടിപ്പിക്കുമോ? എന്നെയും കൊല്ലുമോ? നീ എന്ത് ചെയ്യും എന്ന് മിഷേൽ ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് റിപ്പോർട്ടേഴ്സും സിനിമയുടെ മറ്റ് ആൾക്കാരൊക്കെ കയറി വന്നുകൊണ്ട് തന്നെ മിഷേൽ ഒന്നും പറയാതെ അവിടെ നിന്ന് പോവാണ്. പിന്നീട് ചെയർമാൻ ഷിമ്മിൻ്റെ വീടാണ് കാണിക്കുന്നത്. ചെയർമാൻ ഷിം അവിടെ റാഹിയുടെ ആ ഒരു സ്പീച്ച് TV ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സന്യാസിയുടെ രൂപത്തിൽ നാമം നിൽക്കുന്നുണ്ടായിരുന്നു. നാം പതുക്കെ അവിടെ ചെന്ന് ഇരുന്നിട്ട് ചെയർമാൻ ഷിമ്മിൻ്റെ അടുത്ത് പറയാണ്, ചെയർമാനും ചെയർമാൻ്റെ കമ്പനിക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും കാരണക്കാരൻ മറ്റൊന്നുമല്ല, ചെയർമാൻ ഇന്നേ വരെ മോശമായിട്ട് പെരുമാറിയ ആൾക്കാർ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ബാഡ് എനർജിയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു ആൾക്കാരുടെ ഇടയിൽ ഡോക്ടർ ചായയും ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ ആ ഒരു കുറ്റബോധം കാരണം ചെയർമാൻ ഷിമ്മ ചായ ആ ഒരു വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. അങ്ങനെ വീണ്ടും സക്സസ്ഫുള്ളി ആ ഒരു വീട്ടിലേക്ക് കടക്കാനായിട്ട് സാധിച്ച ഡോക്ടർ ചാ തന്ത്രപരമായിട്ട് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഒരു കീ കാർഡ് കണ്ടുപിടിക്കുന്നുമുണ്ട്. അതിനുശേഷം ചെയർമാൻ ഷിമ്മിന് മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻറ്റും കളക്ട് ചെയ്യാനായിട്ട് ചായയ്ക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫിംഗർ പ്രിൻറ്റും കീ കാർഡും ഉപയോഗിച്ച് ആ ഒരു ആർട്ട് ഗാലറിയിലെ VIP റൂമിലേക്ക് കടക്കാനായിട്ട് മിസ് ഗോയ്ക്ക് സാധിക്കുന്നുണ്ട്. അവിടേക്ക് കയറുന്ന മിസ് ഗോ അവിടെ ഇൻഫ്രാറെഡ് ഡിറ്റക്ടറൊക്കെ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പേടിച്ച് പോകുന്നുണ്ടെങ്കിൽ കൂടി ചെയർമാൻ ഷിമ്മിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഈസി ആയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് മിസ് ഗോയ്ക്ക് സാധിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് കയറിയതിന് ശേഷം എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ചുറ്റും ഇരിക്കുന്ന കണ്ടിട്ട് മിസ് ഗോയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. പിന്നീട് മാത്യുവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ദോഹുക്കിനെയാണ് കാണിക്കുന്നത്. ബോധം വന്ന ദോഹുക്ക് അവിടെ എണീറ്റ് നടന്നിട്ട് മാത്യുവിനെ എല്ലായിടത്തും തേടി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം പേടിച്ചിരുന്ന ദോഹുക്ക് അവിടെയൊക്കെ ഓടി നടന്ന് ടെൻഷനോടെ തപ്പിക്കൊണ്ട് നടക്കുകയാണ് മാത്യുവിനെ. അങ്ങനെ ദോഹുക്കിൻ്റെ കൈ തട്ടി അറിയാതെ ആ ഒരു സീക്രട്ട് ഡോറ് തുറക്കുകയാണ്. അങ്ങനെ അത് തുറക്കുന്നതുകൊണ്ട് തന്നെ കങ്ങ് അതിനകത്ത് നിന്ന് പുറത്ത് വരുന്നുമുണ്ട്. പക്ഷേ ദോഹുക്ക് കങ്ങ് പുറത്തിറങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും സ്റ്റെയർസ് കയറി മുകളിലേക്ക് ദോഹുക്ക് പോയിട്ടുണ്ടായിരുന്നു. കങ്ങ് അവിടുന്ന് ഇറങ്ങി വന്നിട്ട് മാത്യുവിൻ്റെ സ്ക്രീൻ കാണുകയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സ്ക്രീനിൽ എല്ലാവരുടെയും ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സ്ക്രീൻ തന്നെ കങ്ങ് അടിച്ച് പൊട്ടിക്കുകയാണ്. പിന്നീട് റാഹിയാണ് കാണിക്കുന്നത്. റാഹി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നിട്ട് ദാമിക്ക് വേണ്ടിയിട്ട് നീതി ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കൂടെ തന്നെ ജിൻമോയും ഉണ്ടായിരുന്നു. മാത്യുവിൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ച കങ്ങ് ഒരു ടാക്സിയിൽ കയറിയിരിക്കുകയാണ്. അതിനുശേഷം കങ്ങ് ജിൻമോയെ വിളിക്കുന്നുണ്ട്. കങ്ങ് ജിൻമോയുടെ അടുത്ത് ചോദിക്കുകയാണ്, ദോഹുക്ക് എവിടെ? അവൻ എവിടെയെന്ന് നിനക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് ജിൻമോയുടെ അടുത്ത് കങ്ങ് ചോദിക്കുകയാണ്. ജിൻമോ കങ്ങിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്കറിയാമല്ലോ അല്ലേ എൻ്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ആ സമയത്ത് കങ്ങ് പറയാണ്, ഇപ്പോൾ ടാപ്പ് ചെയ്യുന്നില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും അത് വീണ്ടും ടാപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. നീ പെട്ടെന്ന് പറ, നിനക്ക് ദോഹുക്ക് എവിടെയാണെന്ന് അറിയാവോ? എനിക്ക് അവൻ്റെ അടുത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനായിട്ടുണ്ട്. ആ സമയത്ത് ജിൻമോ പറയാണ്, എനിക്ക് ദോഹുക്ക് എവിടെയാണെന്ന് അറിയില്ല, അത് നിങ്ങൾ മാത്യുവിൻ്റെ അടുത്ത് വേണമായിരുന്നു ചോദിക്കാനായിട്ട്. നീ എത്രയും പെട്ടെന്ന് എനിക്ക് വേണ്ടി ദോഹുക്കിനെ കണ്ടുപിടിച്ച് തരണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാത്യു ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് കങ്ങ് പറയാണ്. ശരി, ദോഹുക്കിനെ ഞാൻ കണ്ടുപിടിക്കാം എന്ന് ജിൻമോ സമ്മതിക്കുന്നുമുണ്ട്. അതിനുശേഷം ജിൻമോ കങ്ങിൻ്റെ അടുത്ത് പെങ്ങിയും ഹന്നയും എന്തെടുക്കുന്നു, അവർക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. കങ്ങ് ആ സമയത്ത് പറയാണ്, അവരെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഇത് കേട്ടിട്ട് ജിൻമോ ശരിക്കും ദേഷ്യപ്പെടുകയാണ്. ഇന്നലെയല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത്, നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ അവരെ വിട്ടിട്ട് പോയതെന്ന് ചോദിക്കുകയാണ്. കങ്ങ് അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അതിനുശേഷം ജിൻമോയുടെ അടുത്ത് പറയാണ്, ആരാണെന്ന് എനിക്കറിയാം എന്ന് മാത്രം പറയാണ്. ജിൻമോയ്ക്ക് ആ സമയത്ത് മനസ്സിലാവാണ് തൻ്റെ ഫോൺ വീണ്ടും ടാപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളത്. ജിൻമോ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ട് കങ്ങിനോട് അവിടേക്ക് വരാനായിട്ട് പറയാണ്. പിന്നീട് ചെയർമാൻ ഷിമ്മിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ സങ്ഷൻ ഗ്രൂപ്പിനും ചെയർമാൻ ഷിമ്മിനും എതിരായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് സമരം ചെയ്യാനായിട്ട് വന്ന് നിൽപ്പുണ്ടായിരുന്നു. ചെയർമാൻ ഷിമ്മ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇനിയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷനും ഞാൻ കോപ്പറേറ്റ് ചെയ്തോളാം എന്ന് എല്ലാവരുടെ അടുത്തുമായിട്ട് ചെയർമാൻ ഷിമ്മ പറയാണ്. ആ സമയത്ത് അവിടേക്ക് കുറേ ഓഫീസേഴ്സ് വരികയാണ്. അവരുടെ കയ്യിൽ ആ ഒരു ഓഫീസ് സെർച്ച് ചെയ്യാനായിട്ടുള്ള സെർച്ച് വാറണ്ടും ഉണ്ടായിരുന്നു. പിന്നീട് കങ്ങിനെ കാണാനായിട്ട് ജിൻമോ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. കങ്ങിനെ ജിൻമോ കാണുന്നുണ്ടെങ്കിലും വേറെ ഒരാളെ കണ്ടിട്ട് ജിൻമോ ശരിക്കും ഞെട്ടിപ്പോവാണ്.
കുറേ ആൾക്കാർ വന്നതിന് ശേഷം കങ്ങിനെ അവിടുന്ന് പിടിച്ച് കെട്ടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അത് റാഹി പറഞ്ഞിട്ടായിരുന്നു ആ ഒരു ആൾക്കാർ കങ്ങിനെ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ജിൻമോ കങ്ങിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് മുഴുവൻ തന്നെ റാഹി കേട്ടിട്ടുണ്ടായിരുന്നു. ജിൻമോയെ ഫോളോ ചെയ്തിട്ട് റാഹി പിറകെ വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു കാര്യം മാത്യുവിനെ വിളിച്ച് പറയാനും റാഹി മറന്നിട്ടുണ്ടായിരുന്നില്ല. മാത്യുവും ഇപ്പോൾ കങ്ങിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മാത്യു കങ്ങിൻ്റെ അടുത്ത് പറയാണ്, നീ എന്താ വിചാരിച്ചേ? എൻ്റെ വീട്ടിൽ നിന്ന് എത്ര എളുപ്പമെന്ന് രക്ഷപ്പെട്ടിട്ട് നിന്നെ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ലെന്ന് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു കത്തി എടുത്തിട്ട് കങ്ങിനിട്ട് കുത്താണ്. എന്നിട്ട് ആ ഒരു പാലത്തിൻ്റെ അവിടെ നിന്ന് തള്ളിയിടുകയാണ് താഴത്തേക്ക്. പിന്നീട് മാത്യുവും റാഹിയും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്ത് മാത്യു ചോദിക്കുകയാണ്, കങ്ങിൻ്റെ അടുത്ത് നിനക്ക് ഇത്ര വെറുപ്പായിരുന്നോ നീ എന്നെ ഇത്ര സഹായിക്കാനായിട്ട്? ആ സമയത്ത് റാഹി ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. കങ്ങ് റാഹിയുടെ അടുത്ത് മാത്യുവിനെതിരെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് റാഹി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തിന് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. ആ സമയത്ത് കങ്ങ് പറഞ്ഞു, നീ ദാമിയുടെ അമ്മയാണ്, അറ്റ്ലീസ്റ്റ് അവൾക്ക് വേണ്ടി അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇതെങ്കിലും നീ ചെയ്യണം. ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഓർത്തതിന് ശേഷം റാഹി മാത്യുവിൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് തോന്നുന്നു കങ്ങിനെ ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്കിഷ്ടം നിങ്ങളെയാണ്. പിന്നീട് അടുത്ത ദിവസം മാത്യുവിൻ്റെ വീട്ടിൽ മാത്യുവും റാഹിയും കൂടെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടേക്ക് ഹന്ന ഓടി വന്നിട്ട് മാത്യുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും മാത്യുവും ഹന്നയും ഇപ്പോൾ തന്നെ ഒരുപാട് ക്ലോസ് ആയിട്ടുണ്ടെന്ന്. ഈ സീൻ കണ്ടുകൊണ്ട് ജിൻമോ അവിടെ തന്നെ മുകളിൽ നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് മിസ്റ്റർ ലീ ഉള്ള ഒരു ഐലൻഡാണ് കാണിക്കുന്നത്. അദ്ദേഹം അതിൽ കൂടി നടന്നു വരുന്ന സമയത്ത് കത്തിക്കൊണ്ട് കുത്തിയതിന് ശേഷം മാത്യു വലിച്ചെറിഞ്ഞിരുന്ന കങ്ങിൻ്റെ ബോഡി ആ ഒരു ഐലൻഡിൽ വന്ന് കിടക്കുന്നതായിട്ട് മിസ്റ്റർ ലീ ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷം കങ്ങിനെ എടുത്തുകൊണ്ട് മിസ്റ്റർ ലീ അവിടെ നിന്ന് പോവാണ്. ഈ സീനോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.